بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഉഹദിൽ അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുത്തെ തിരുശരീരത്തിൽ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. അതിനുശേഷം സഹാബത്തിന് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത അതൊരു കേവല കിംവദന്തി മാത്രമായിരുന്നു, അത് ശരിയല്ല എന്ന് സഹാബത്തിന് മനസ്സിലായി. അങ്ങനെ അതറിഞ്ഞപ്പോൾ അവരുടെ പ്രയാസങ്ങളെല്ലാം ഒന്നുമല്ലാതായി തീർന്നു. ഉണ്ടായ ബുദ്ധിമുട്ടുകളും മുറിവുകളും പരിക്കുകളും വേദനകളും ഒന്നുമല്ല എന്നവർക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതോടെ അവർക്ക് വലിയ സന്തോഷം, എന്തെന്നില്ലാത്ത ആഹ്ലാദം അവർക്ക് കൈവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോൾ സഹാബത്ത് പല ഭാഗത്തായി ചിതറിയവരെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയുണ്ടായി. അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉയർന്ന സ്ഥലത്തേക്ക്, ഒരു പാറയുടെ മുകളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടേക്ക് കയറാൻ സാധിക്കുന്നില്ല. അവിടുത്തെ ശരീരം അത് പഴയ പോലെ അല്ല, അവിടുത്തേക്ക് പ്രായമാകുന്നേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ഭാരം വർദ്ധിച്ചിരുന്നു. അതുകൂടാതെ അവിടുന്ന് ഉഹദിൽ ഒന്നിനു മേലൊന്നായി 2 പടച്ചട്ടകൾ അണിഞ്ഞിരുന്നു. അതിന്റെ ഭാരവുമുണ്ട്. ഇതുകൊണ്ടെല്ലാം അല്ലാഹുവിന്റെ റസൂലിന് ആ പാറയ്ക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോൾ മഹാനായ സഹാബി തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടേക്ക് കയറാനുള്ള കോണിയായി വെച്ചുകൊടുത്തു. ആ മഹാനായ സഹാബി തന്റെ ശരീരം അതിന്മേൽ കാൽവെച്ച് മുകളിലേക്ക് കയറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാട്ടിക്കൊടുത്തു. തൽഹയുടെ ദിനമാണ് ഉഹദ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത്രയും ത്യാഗം തൽഹ റളിയല്ലാഹു അൻഹു സഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ആയുധങ്ങളെ ശരീരം കൊണ്ട് തടുത്തു തൽഹ റളിയല്ലാഹു അൻഹു. ശരീരം ഒന്നാകെ മുറിവുകളും വെട്ടുകളുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ തൽഹയുടെ ശരീരത്തിൽ കാൽവെച്ച് മുകളിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഔജബ തൽഹ
തൽഹ. സഹീഹായ സനദോടെ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കൂടിയാണത്, കേവല ചരിത്രമല്ല. ഔജബ തൽഹ, തൽഹ ഉറപ്പിച്ചിരിക്കുന്നു, അഥവാ ഈ വലിയ ത്യാഗം കാരണത്താൽ തൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വേറെയും ഹദീസുകളിൽ തൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അൽ-അശറതു അൽ-മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് തൽഹ. എന്താണ് ആ 10 സഹാബിമാരുടെ പ്രത്യേകത? അവർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു ഒരൊറ്റ ഹദീസിൽ. അതിനർത്ഥം അവർ മാത്രമേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ളൂ എന്നല്ല, മറിച്ച് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാം ചേർത്തു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലിയും വേറിട്ട ശൈലിയാണ്. അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. നേരെ മറിച്ച് എങ്ങനെയല്ല, അബൂബക്കർ ഉമർ ഉസ്മാൻ അലി, ബാക്കിയുള്ള 6 പേരുകൾ പറഞ്ഞ് ഫിൽ ജന്ന, അവസാനം ഫിൽ ജന്ന എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ എന്തർത്ഥം ലഭിച്ചു? ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് അർത്ഥം ലഭിച്ചു. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഓരോരുത്തരുടെ പേരും പറഞ്ഞ് ഫിൽ ജന്ന, മുബ്തദഉം ഖബറുമായി ഓരോരുത്തരുടെ പേരും പറഞ്ഞു ഫിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 10 പേരിൽ ഒരാളാണ് തൽഹ റളിയല്ലാഹു അൻഹു. 4 പേർ 4 ഖുലഫാകളാണ്, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും. ബാക്കി 6 പേർ തൽഹ ഇബ്നു ഉബൈദില്ലാഹ്, സുബൈർ ഇബ്നു അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സെയ്ദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അതുപോലെ പിന്നെ ആരാണ്? തൽഹ, അബു ഉബൈദ ഇബ്നു ജറാഹ്, അബു ഉബൈദ ഇബ്നു ജറാഹ്. 6 സഹാബിമാർ: തൽഹ, സുബൈർ, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഈദ് ഇബ്നു സെയ്ദ്, അബു ഉബൈദ ഇബ്നു ജറാഹ്. ഇങ്ങനെ 6 സഹാബിമാർ, കൂടെ 4 ഖുലഫാകളും. അവരിലൊരാളാണ് തൽഹ. അതുകൂടാതെ നോക്കൂ നിങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഔജബ തൽഹ. അതിനിടയിൽ ഉബൈ ഇബ്നു ഖലഫ് എന്ന കൊടിയ മുശ്രിക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനായി വരികയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഉബൈ ഇബ്നു ഖലഫ് എന്ന മുശ്രിക് വരികയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് കുന്തം വാങ്ങുകയും അവന്റെ കഴുത്തിന് നേരെ അത് കൊണ്ടുപോയി അവനെ കുത്തുകയും ചെയ്തു. ഉബൈ ഇബ്നു ഖലഫ് അവന്റെ കഴുത്തിൽ ആ പടയങ്കിക്ക് ഇടയിലൂടെ ആ കുത്തേറ്റു. യഥാർത്ഥത്തിൽ ആ മുറിവ് അത് വലിയൊരു മുറിവായിരുന്നില്ല എന്നാണ്. പക്ഷേ ആ കുത്ത് കിട്ടിയ ഉടനെ ഉബൈ ഇബ്നു ഖലഫ് അതോടെ അവൻ കാളമുക്രയിടുന്നത് പോലെ മുക്രയിട്ട് കരയാൻ തുടങ്ങി, ഉച്ചയിടാൻ തുടങ്ങി. അവനെയും കൊണ്ട് മുശ്രിക്കുകൾ പോവുകയാണ്. പോകുമ്പോൾ അവൻ പറഞ്ഞു, ഇതാ ഞാൻ ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. ആളുകൾ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ ആകെ ചെറിയ മുറിവുകൾ, ഇതുകൊണ്ട് നീ മരിക്കാനോ? ഇപ്പൊ പറഞ്ഞു, അല്ല, മുഹമ്മദ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഉബൈ ഇബ്നു ഖലഫ് മക്കയിൽ വെച്ചൊരു കുതിരയെ വളർത്തിയിരുന്നു. എന്നിട്ട് അവൻ വീമ്പ് പറഞ്ഞിരുന്നു, ഇതാ ഇതിനെ ഞാൻ വളർത്തി ഇതിന്റെ പുറത്തു കയറി ഞാൻ മുഹമ്മദിനെ കൊല്ലും എന്ന്. അവൻ പണ്ട് മുതലേ ഈ വീമ്പ് പറഞ്ഞിരുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല, ഞാനാണ് അവനെ കൊല്ലുക എന്ന് പറഞ്ഞു. ഇതവനറിയാം. ഇതോടെ അവൻ പറയാൻ മുഹമ്മദ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുത്തല്ല, മുഹമ്മദ് എനിക്ക് തുപ്പിയാൽ പോലും ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. അതുപോലെ അവൻ സരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അവൻ മരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരേ ഒരു മുശ്രിക് അതിവനാണ്, ഉബൈ ഇബ്നു ഖലഫ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരേ ഒരു മുശ്രിക്
അതാരാണ്? അത് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന ഈ മുശ്രിക്കാണ്. ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടരായ രണ്ടു കൂട്ടർ, അത് ഒന്നുകിൽ ഒരു നബിയുടെ കയ്യാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഒരു നബിയെ കൊന്നവനാണ്. നോക്കൂ നിങ്ങൾ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ റജുലിൻ, അല്ലാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു ഒരുവനു നേരെ. ആരാണവൻ? യഖ്തുലുഹു റസൂലുള്ളാഹി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊന്നുകളയുന്ന ഒരുവൻ. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊന്നുകളയുന്നവൻ എന്ന് പ്രത്യേകം പറഞ്ഞ എന്തുകൊണ്ടാണ്? കാരണം ചിലപ്പോൾ നബിമാർ ഹജ്ജ് നടപ്പാക്കാൻ വേണ്ടി, ഒരു ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ചിലപ്പോൾ കൊലപ്പെടുത്തിയേക്കും. അവരെ കുറിച്ചല്ല. കാരണം ചില തിന്മകൾക്ക് ശിക്ഷയായിക്കൊണ്ട്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ശിക്ഷയായിക്കൊണ്ട് ശിക്ഷിക്കുന്ന ആ ശിക്ഷയാൽ കൊല്ലപ്പെട്ടവനല്ല, മറിച്ച് യുദ്ധത്തിൽ നബിയുടെ കയ്യാൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ദൗർഭാഗ്യമാണ്. അങ്ങനെയുള്ളവന്റെ നേരെ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കും. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി റജുലുൻ ഖതല നബിയ്യൻ ഔ ഖതലഹു നബി. ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഉണ്ടാകുന്നവൻ ഒരു നബിയെ കൊന്നവൻ, അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ. അവനാണ് ആര്? ഉബയ്യ് ഇബ്നു ഖലഫ്. അവനാണത്രേ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു നുരുമ്പിയ എല്ലുമായി വന്ന് അത് നബിയുടെ മുന്നിലേക്ക് ഊതിയിട്ട് പറഞ്ഞു, മയ്യുഹിൽ അളാമ വഹിയ റമീം. ആരാണ് ഈ നുരുമ്പിപ്പോയ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, അല്ലാഹു അതിനാദ്യം പടച്ചവനാരോ, നിന്നെ ആദ്യം പടച്ച റബ്ബേതോ, അവൻ നിന്നെ വീണ്ടും ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിൽ ഒരുമിച്ച് ചേർക്കും. അങ്ങനെയുള്ളവനാണ് ഈ ഉബയ്യ് ഇബ്നു ഖലഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ. യുദ്ധത്തിന്റെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട മുസ്ലിമീങ്ങൾ ഭയപ്പാടിലായ ആ വേളയിലതാ അത്ഭുതകരമായി മുസ്ലിമീങ്ങൾക്ക് ഒരു മയക്കം ബാധിക്കുകയാണ്. നോക്കണം നിങ്ങൾ, ഈ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, അവർ ഭയപ്പാടിലായ ഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ഒരു ഉറക്കം, ഒരു നുആസ്, ഒരു ചെറിയ മയക്കം ബാധിക്കുകയാണ്. മുഅ്മിനുകൾക്ക് മാത്രമേ അതുണ്ടായുള്ളൂ, മുനാഫിഖുകൾക്ക് ലഭിച്ചിട്ടില്ല. നോക്കൂ, അതേക്കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم. പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് ഒരു മയക്കം നൽകുകയുണ്ടായി. അമനതൻ, അത് നിർഭയത്വം ആയിക്കൊണ്ടുള്ള മയക്കമാണ്. അങ്ങനെയുള്ള വേളകളിൽ, ഭയപ്പാടിന്റെ വേളകളിൽ ഒരു മയക്കം ലഭിക്കുക എന്നത് സമാധാനത്തിന്റെ അടയാളമാണ്, അള്ളാഹു നൽകുന്നതാണ്. യഗ്ശാ ത്വാഇഫതൻ മിൻകും, നിങ്ങളിൽ ഒരു കൂട്ടർക്ക് അത് ഉണ്ടായി. ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം, അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ തൽഹ വേറെയാണ്, തൽഹ വേറെയാണ്. അബൂ തൽഹ അൽ അൻസാരി പേരിലുള്ളതുപോലെ അൻസാരിയായ സഹാബിയാണ്. തൽഹയോ? തൽഹ മുഹാജിറുകളായ സഹാബിമാരിൽ ഒരാളാണ്. അബൂ തൽഹയാണ് അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈമിനെ വിവാഹം ചെയ്തത്. അബൂ തൽഹയാണ്. അബൂ തൽഹ അൽ അൻസാരി, അദ്ദേഹം ഉഹദിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറയുകയാണ്, കുൻതു ഫീ മൻ തഗശാഹു നുആസു യൗമ ഉഹദിൻ. ഉഹദ് യുദ്ധത്തിൽ ആ മയക്കം പിടികൂടിയവരിൽ ഒരാളാണ് ഞാൻ. ഹത്താ സഖത സൈഫി മിൻ യദി മിറാറ. എത്രത്തോളം എന്റെ കയ്യിലെ വാൾ അത് പലതവണ താഴേക്ക് വീണുപോയി, മയക്കം കൊണ്ട് മയങ്ങിപ്പോയി. യസ്ഖുതു വഅഖുദു വയസ്ഖുതു വഅഖുദു. വീഴും, ഞാൻ വീണ്ടും എടുക്കും, വീഴും, ഞാൻ വീണ്ടും എടുക്കും. ഉറക്കം വന്നാണല്ലോ ഇവിടെ കയ്യിൽ പിടിച്ചത് വീണുപോകും. ഇത് ബാധിച്ചവരിൽ ഒരാൾ ഞാനാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ ഭയപ്പാടിന്റെ സന്ദർഭത്തിൽ അള്ളാഹു മയക്കം നൽകുക എന്നത് നല്ല കാര്യമാണ്, അത് സമാധാനത്തിന്റെ അടയാളമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, والنعاس في الحرب وعند الخوف دليل على الأمن.
യുദ്ധത്തിന്റെ ഭയപ്പാടിന്റെ വേളയിലൊക്കെ മയക്കം ലഭിക്കുക എന്നത് അത് നിർഭയത്വത്തിന്റെ അടയാളമാണ്. വഹുവ മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വഫിസ് സ്വലാത്തി വമജാലിസി ദിക്രി വൽ ഇൽമി, നിസ്കാരത്തിൽ അതുപോലെ ദിക്റുകൾ ചൊല്ലുന്ന വേളയിൽ ഇൽമിന്റെ മജ്ലിസുകളിൽ ഉറക്കം വരിക എന്നത് മിനശൈത്താൻ, അതാരിൽ നിന്ന്? പിശാചിൽ നിന്നാണ്. അത് നല്ലതല്ല, അത് നല്ല കാര്യമല്ല. അത് നല്ല കാര്യമല്ലാതെ ഉറങ്ങിപ്പോയാൽ വലിയ കുറ്റവാളിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. അത് സ്വയം വരുത്തി വെക്കുന്നതല്ലോ, സ്വയം വരുത്തി വെക്കുന്നതല്ല, വന്നു പോകുന്നതാണ്. ഒരുവൻ അത് വീഴ്ച വരുത്തിയിട്ട് വന്നതാണെങ്കിൽ അത് അവന്റെ തെറ്റാണ്. രാത്രി വെറുതെ ഉറക്കമളിച്ച് നേരം കളഞ്ഞ് അങ്ങനെ പിന്നെ ഉള്ള ഉറക്കം ഒഴിവാക്കേണ്ട സന്ദർഭത്തിൽ ഉറങ്ങിപ്പോവുക, അത് നമ്മുടെ വീഴ്ച കൊണ്ട് സംഭവിക്കുന്നതാണ്. അഫല്ലാഹു അന്നാ വഅൻകും, അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അതേസമയം അങ്ങനെ ഒന്നുമല്ലാതെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഉറക്കം വന്നു പോയാൽ അതൊരാളുടെ തെറ്റല്ല. പക്ഷേ അങ്ങനെയുള്ള നല്ല സന്ദർഭങ്ങളിൽ ഉറക്കമുണ്ടാക്കുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ്. നഊദു ബില്ലാഹി മിനശ് ശൈത്താൻ. നോക്കൂ, ഇങ്ങനെ ആ യുദ്ധം അതവസാനിച്ച് മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായ സമയത്ത് മുശ്രിക്കുകൾ പിരിഞ്ഞു പോകാൻ നേരത്തെ അതാ മുശ്രിക്കുകളുടെ നേതാവ് അബൂ സുഫിയാൻ മലമുകളിൽ കയറിക്കൊണ്ട് മുസ്ലിമീങ്ങൾ വിളിക്കുകയാണ്. അബൂ സുഫിയാനാണ് ഉഹദിലെ മുശ്രിക്കുകളുടെ നേതാവ്, ഖന്ദഖിലെ മുശ്രിക്കുകളുടെ നേതാവ്. എന്നാൽ പിന്നീട് അല്ലാഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളായി തീരാൻ, ഖിയാമത്ത് നാളുകളുള്ള മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലെത്താൻ തൗഫീഖ് ചെയ്തു. കാരണം ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ സമയത്ത് മുശ്രിക്കുകളുടെ നേതാവായിരുന്നു, കേവലം ഒരാളല്ല, മറിച്ച് അവരുടെ നേതാവായിരുന്നു. മലമുകളിൽ കയറി മുസ്ലിമീങ്ങളെ വിളിച്ചു, അഫിൽ ഖൗമി മുഹമ്മദ്, ഇതാ ഈ കൂട്ടരിൽ മുഹമ്മദുണ്ടോ? ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് ശമാഅത്ത് എന്ന് പറയും. അഥവാ ശത്രുവിന് അപകടമുണ്ടായതിൽ സന്തോഷം പ്രകടിപ്പിക്കുക, ശമാഅത്ത് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കാവൽ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശമാഅത്തിൽ അഅദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറക്കിൽ ശഖാ വസൂഇൽ ഖദാ വശമാഅത്തിൽ അഅദാ. ശത്രു നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ സന്തോഷിക്കുക, ആ സന്തോഷം ശത്രുവിനുണ്ടാകുന്ന അവസ്ഥ വന്നു ചേരുക, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്നു. അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കാൻ, അഫിൽ ഖൗമി മുഹമ്മദ്, മുഹമ്മദ് ഉണ്ടോ ഈ കൂട്ടരിൽ? 3 തവണ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബിമാരോട് പറഞ്ഞു, ലാ തുജീബൂ, മറുപടി പറയരുത്, ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു. സുമ്മ ഖാൽ, പിന്നെ ചോദിച്ചു, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകനുണ്ടോ കൂട്ടരിൽ? ആരാണ് ഇബ്നു അബി ഖുഹാഫ? അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കുനിയത്താണ് അബൂ ഖുഹാഫ. പിതാവിന്റെ പേര് ഉസ്മാൻ എന്നായിരുന്നു, കുനിയത്താണ് എന്ത്? അബൂ ഖുഹാഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ. അതാണ് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ പേര്. കുനിയത്ത് പറഞ്ഞാൽ അബൂബക്കർ ഇബ്ൻ അബി ഖുഹാഫ. അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, ഇബ്നു അബി ഖുഹാഫ ഉണ്ടോ കൂട്ടരിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഒന്ന് പറയരുത്, മറുപടി പറയരുത്. 3 തവണ അബൂ സുഫിയാൻ ചോദിച്ചു എന്നാണ്. അബൂ സുഫിയാൻ പിന്നെ ചോദിക്കാൻ, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, ഇബ്നുൽ ഖത്താബ് കൂട്ടരിലുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഉമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുജീബൂ, മറുപടി പറയരുത്. 3 തവണ അബൂ സുഫിയാൻ വിളിച്ചു ചോദിച്ചു. ثم رجع أبو سفيان إلى أصحابه فقال, തന്റെ കൂട്ടരിലേക്ക് തിരിച്ചുപോയി അബൂ സുഫിയാൻ പറഞ്ഞു, അമ്മാ ഹഉലാഇ ഫഖദ് ഖുതിലു, ഇവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫലൗ കാനു അഹ്യാ ലഅജാബു, ജീവനോടെ ഉണ്ടെങ്കിൽ അവർ മറുപടി പറഞ്ഞേനെ. നോക്കണം നിങ്ങൾ, അബൂ സുഫിയാൻ മുശ്രിക്കുകളുടെ നേതാവായിരിക്കെ ചോദിച്ചത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറിനെയും ഉസ്മാനെയുമാണ്. ഈ മൂന്ന് പേർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ രണ്ടു പേർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം ശത്രുക്കൾക്ക് പോലും അറിയാമായിരുന്നു. അബൂബക്കറിന്റെയും ഉമറിന്റെയും സ്ഥാനം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഈ രൂപത്തിലുള്ള ഏവർക്കും അറിയാവുന്ന ശത്രുത വെളിവാക്കിയ ഇങ്ങനെയുള്ള കൂട്ടരെക്കാൾ പിഴച്ചവരാണ് റാഫിദികൾ, ഷിയഇകൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ്. കാരണം ഈ ശ്രേഷ്ഠത മുശ്രിക്കിന് പോലും അറിയാം. ആർക്കാണ് അറിയാത്തത്? റാഫിദിക്ക് അറിയില്ല, ഷിയഇകൾക്ക് അറിയില്ല, ഷിയാക്കൾക്ക് അറിയില്ല. യഹൂദ നസ്രാനികളെക്കാൾ വലിയ പിഴവിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. കാരണം ഒരു യഹൂദിയോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ കൗമിലെ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അവൻ പറയും മൂസാ അലൈഹിസ്സലാമിന്റെ, മൂസാ നബിയുടെ സഹാബിമാരാണ്. നസ്രാനിയോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ കൗമിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അവൻ പറയും ഈസാ നബിയുടെ സഹാബിമാരാണ്. റാഫിദിയോട്, ഒരു ഷിയഇയോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ കൗമിൽ ഏറ്റവും വൃത്തികെട്ടവരാരാണ്, ഏറ്റവും മോശക്കാരാരാണ്? അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ പേര് പറയും. ഖാതലഹുമുല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഷിയഇകൾ, റാഫിദികൾ, അവർ ഇസ്ലാമുമായി അവർക്ക് എന്ത് ബന്ധമാണുള്ളത്? അബൂബക്കറിനെ, ഉമറിനെ ചീത്ത വിളിക്കുക അവർക്ക് ഇബാദത്താണ്. ഷിയഈ ദീനിലേക്ക് ഒരുവൻ ചേരണോ, രണ്ട് ഷഹാദത്ത് പറഞ്ഞ് അതിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ലഅനത്ത് ചൊല്ലണം. അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ പേരിൽ ശാപ പ്രാർത്ഥന പറയണം. എന്നാൽ ഒരുത്തനെ ആരാവും? ഷിയയാകും. ഇന്നും ഷിയാക്കളുടെ നേതാക്കന്മാർ ഓൺലൈനിൽ പരസ്യമായിരുന്ന് ജനങ്ങളോട് സ്ക്രീനിന് മുന്നിലിരുന്ന്, ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ആളുകളോട് എന്തു പറയാൻ ആവശ്യപ്പെടുകയാണ്? അബൂബക്കറിനെ, ആയിഷ റളിയല്ലാഹുവിനെയൊക്കെ ശപിക്കാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇവിടെ ശത്രുക്കൾക്ക് പോലും അറിയാം എന്താണ് അബൂബക്കറിന്റെ, ഉമറിന്റെ സ്ഥാനമെന്ന്, ഇസ്ലാമിലെ സ്ഥാനമെന്ന്. അബൂ സുഫിയാൻ ഇത്ര പറഞ്ഞപ്പോൾ ഉമറിന് സഹിക്കാൻ സാധിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ പറഞ്ഞത് കളവാണ്. അബ്ഖല്ലാഹു അലൈക മാ യുഖ്സീക്, നീ പേരെടുത്ത് പറഞ്ഞവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്, നിന്നെ അപമാനിക്കുന്ന കാര്യം അല്ലാഹു ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹികെട്ട് മറുപടി പറഞ്ഞു. ഫഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, യൗമുൻ ബിയൗമി ബദർ, ഇതാ ബദറിന് പകരമാണിത്, ഇത് ബദറിൽ ഞങ്ങളോട് ചെയ്തതിന് പകരമാണ്. വൽ അയ്യാമു ദുവൽ വൽ ഹർബു സിജാൽ, അതെ, കാലം മാറി മാറി വരും, യുദ്ധത്തിൽ ജയം അത് മാറി മാറി വരും. ഫഖാല ലഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും മറുപടി പറഞ്ഞു, ലാ സവാ, ഒരിക്കലും ഒരുപോലെയല്ല. ഖത്ലാനാ ഫിൽ ജന്ന വ ഖത്ലാകും ഫിന്നാർ, ഞങ്ങളിൽ കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലാണ്, നിങ്ങളിൽ കൊല്ലപ്പെട്ടവർ നരകത്തിലാണ്. ഉമറിന്റെ മറുപടി നോക്കൂ നിങ്ങൾ. അബൂ സുഫിയാൻ അതിനുശേഷം പറയുകയാണ്, ഇർത്തിജാസ് നടത്തുകയാണ്, അഥവാ ഒരു കവിത പോലെ, ഒരു മുദ്രാവാക്യം പോലെ പറയുകയാണ്, ഉഅ്ലു ഹുബൽ ഉഅ്ലു ഹുബൽ, മുശ്രിക്കുകളുടെ ഇലാഹായ ഹുബൽ, അതിനെ പുകഴ്ത്തി പാടുകയാണ്. അത് നീണാൽ വാഴട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാക്ക്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ തുജീബൂ, മറുപടി പറയുന്നില്ലേ നിങ്ങൾ? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അബൂ സുഫിയാൻ വീരവാദം മുഴക്കിയപ്പോൾ മറുപടി പറയാൻ പറഞ്ഞില്ല. മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ, അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ, ഉമർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഷിർക്കിന്റെ വാചകം, ഷിർക്കിന്റെ വാചകം, തൗഹീദിന് യോജിക്കാത്ത, അല്ലാഹുവിന് വെറുപ്പുള്ള വാചകം, ഷിർക്കിന്റെ അതിന്റെ മഹിമ പറയുന്ന, അവരുടെ ഇലാഹുകളെ പുകഴ്ത്തി പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ മറുപടി പറയുന്നില്ല എന്ന് ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതോ അല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും ചീത്ത പറഞ്ഞതോ അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ, അതിനുവേണ്ടി കോപിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. ചില ആളുകളെ കാണാം അവർ
കുറെ നന്മകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം, കുറെ നന്മകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, അതിനെതിരിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുക പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഒരിക്കലും റബ്ബിനു വേണ്ടി അവന്റെ മുഖം ചുവന്നിട്ടുണ്ടാവുകയില്ല. എന്റെ വാക്കല്ല, ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കാണ്. അള്ളാഹുവിന് വേണ്ടി അവന്റെ മുഖം ചുവന്നിട്ടുണ്ടാവുകയില്ല. അള്ളാഹുവെങ്കിൽ അവൻ ഏറ്റവും വെറുക്കപ്പെട്ടവനാണ്. അവൻ ദുനിയാവ് ഒന്നാകെ, അവന് ദുനിയാവിനോട് ഒന്നാകെ അവന് വിരക്തിയാണ്, സുഹൃദാണുള്ളത് എങ്കിൽ പോലും. അല്ലാഹു അക്ബർ, ആലോചിച്ച് നോക്കണം നിങ്ങൾ. മനസ്സിലായി, ദുനിയാവിനോടൊക്കെ വളരെ വിരക്തിയാണ്, എപ്പോഴും ഇബാദത്തിലാണ്. അതേസമയം ഒരു ശിർക്ക് നടന്നെന്ന് കേട്ടാൽ അവനൊന്നും സംഭവിക്കാത്തതുപോലെ, അവന്റെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. ശിർക്ക് ബിദ്അത്തുകൾ നടന്നാൽ അവന് ഒന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അസ്ഹാബുൽ കബായിർ, വൻ പാപങ്ങളുടെ ആളുകൾ, അവരെക്കാൾ മോശക്കാരാണ് ഇവർ എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വൻ പാപങ്ങൾ ചെയ്യുന്നവരെക്കാൾ മോശക്കാരാണ് ഇവർ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. വലഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അവന്റെ ദീനിനെതിരിൽ ശിർക്കിന്റെ ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ വൃത്തികെട്ട വാദങ്ങളുമായി വന്നാൽ മുസ്ലിമിന് പൊള്ളണം, അവന് വേദനിക്കണം. അതല്ലാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുക, അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറുപടി പറയുന്നില്ല നിങ്ങൾ, എന്താണ് മറുപടി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹു അഅ്ലാ വ അജൽ, അവൻ ഉഅ്ലു ഹുബൽ എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ എന്ത് പറയുക? അല്ലാഹു അഅ്ലാ വ അജൽ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ എന്ന് പറയുക. ഉമർ അതുപോലെ ഏറ്റു പറഞ്ഞു. അബൂ സുഫിയാൻ പറയുകയാണ്, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഉസ്സ അവരുടെ ഇലാഹാണ്. അവരുടെ 3 ഇലാഹുകളെ അള്ളാഹു ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 ഇലാഹുകൾ ഏതൊക്കെയാണത്? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റാ. നിങ്ങൾ കണ്ടില്ലേ ലാത്തിനെയും ഉസ്സയെയും, മൂന്നാമത് മറ്റൊരു മനാത്തെ, മൂന്നാമത് മറ്റൊരു മനാത്തിനെ. ഉസ്സയെ കൊണ്ട് പറയുകയാണെന്ത്? ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറുപടി പറയുന്നില്ലേ നിങ്ങൾ? എന്താണ് മറുപടി പറയേണ്ടത്? അല്ലാഹു മൗലാന വല മൗലാ ലക്കും, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നിങ്ങൾക്കൊരു രക്ഷാധികാരിയില്ല. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറഞ്ഞതല്ലേ അത്? ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. അള്ളാഹു മുഅ്മിനുകളുടെ രക്ഷാധികാരിയാണ് എന്നതുകൊണ്ടാണ്. അവനെ നിഷേധിച്ചവർക്ക് ഒരു രക്ഷാധികാരിയുമില്ല. അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി പറയാൻ കൽപ്പിച്ചു. അബൂ സുഫിയാൻ ആ സമയത്ത് പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, വതജിദൂന മുസ്ല, നിങ്ങൾ അംഗച്ഛേദം വരുത്തപ്പെട്ട, ചിത്രവധം നടത്തപ്പെട്ട മരിച്ചവരുടെ മൂക്ക് മുറിച്ചു മാറ്റുക, ചെവി മുറിച്ചു മാറ്റുക, അവരുടെ വയറ് കുത്തിക്കീറുക, ഇങ്ങനെ ശരീരം വികൃതമാക്കുക എന്ന മോശമായ പ്രവർത്തനമുണ്ട്. അങ്ങനെ ചെയ്യപ്പെട്ട പലരെയും നിങ്ങൾ കാണും. എന്നിട്ട് അബൂ സുഫിയാൻ പറയുക, ലം ആമുർ ബിഹാ വലം തശഉനി. ഈ വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഞാനത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ ചെയ്തതിൽ എനിക്കൊട്ട് പ്രയാസവുമില്ല എന്നാര് പറഞ്ഞു? അബൂ സുഫിയാൻ പറയുക, ചെയ്യാൻ ഞാൻ കൽപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അത് സംഭവിച്ചതിൽ എനിക്ക് പ്രയാസവുമില്ല. ചില ആളുകൾ ഇങ്ങനെ ഇരിക്കും, മനസ്സിലല്ലേ? ചില തിന്മകളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാ ചെയ്തതിൽ എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒന്നുമില്ല. അബൂ സുഫിയാന്റെ ഈ വാക്ക് വളരെ പ്രസിദ്ധമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സഹാബത്തിനോട് ഇങ്ങനെ വെല്ലുവിളി നടത്തി അബൂ സുഫിയാൻ പോവുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ കൊല്ലപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട യഥാർത്ഥ ഷഹീദുകളാണെന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാണ് എന്ന് വിചാരിക്കപ്പെടുന്നവരെല്ലാം അങ്ങനെ ആകണമെന്നില്ല. ഷഹാദത്ത് എന്നത് നിസ്സാര കാര്യമല്ല. ചില ആളുകൾ അവരുടെ പാർട്ടിയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പേരിന് മുന്നിൽ ഒരു വാല് ചേർക്കും, ഷഹീദ്.
ഷഹീദൻ. ഈ ഖൗമ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട വേറെ ചില ആൾക്കാരെ അടിച്ചിട്ടും കൊന്നിട്ടൊക്കെ ഉണ്ടാവും. അവർ ഷഹീദല്ല. ഷഹീദ് നമ്മുടെ പാർട്ടിയിലെ മെമ്പർ മാത്രം. ഇതെന്ത് ഷഹാദത്താണ്? ഇതാര് പറഞ്ഞ ഷഹാദത്താണ്? സഹോദരങ്ങൾ, അതുപോലെ ആളുകൾ എന്തെങ്കിലും ഒരു ഇസ്ലാമിക മാർഗത്തിൽ പോരാട്ടമാണെന്ന് പറയുക, ഇസ്ലാമിന്റെ ജിഹാദാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുക. അതുകൊണ്ടത് ജിഹാദാകണമെന്നില്ല. അങ്ങനെ കൊല്ലപ്പെട്ടവർ ഷഹീദുകളാകണമെന്നില്ല. അല്ലെങ്കിൽ നോക്കൂ, ഖവാരിജുകൾ അവർ ഞങ്ങൾ ഈമാനിനു വേണ്ടി മരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്ന് പറയുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിശേഷിപ്പിച്ചത് കിലാബുന്നാർ എന്ന അങ്ങേറ്റം മോശമായ വിശേഷണമാണ്. നരകത്തിലെ കെൽബുകളാണ് അവർ എന്ന വിശേഷണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖൗമ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഈമാനിനു വേണ്ടി സത്യത്തിനു വേണ്ടി പോരാടി മരിക്കുന്നവരാണ്. എന്നിട്ട് ഒരിക്കലും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും യോജിക്കാത്ത പ്രവർത്തനം പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാക്കിൽ താക്കീതുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് ഇസ്ലാമിന്റെ യുദ്ധമാകണമെന്നില്ല. അതിനതിന്റെ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അത് മുസ്ലിമീങ്ങളായ ഉലാസുൽ അമറിന്റെ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളുടെ കീഴിൽ മാത്രമുള്ളതാണ്. അവരാണതിന് നേതൃത്വം കൊടുക്കുക, അവരാണതിന്റെ ചിത്രം തയ്യാറാക്കുക, അവരാണതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അല്ലാതെ ആരെങ്കിലും പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിനല്ല. എന്നിട്ട് കൊല്ലപ്പെട്ട ഷഹീദാണെന്ന് പറയുക ഒരിക്കലും ശരിയല്ല. ഏതൊരു മുസ്ലിം ഒരപകടത്തിൽ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ അള്ളാഹുവിൽ അവൻ ഷഹീദാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ അത് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. ഏതെങ്കിലും ഒരു കക്ഷിയിലേക്ക് മാത്രം, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം മാറ്റി നിർത്തപ്പെട്ട വിശേഷണമല്ല ഷഹീദ് എന്ന് പറയുന്നത്. അതെല്ലാം പിഴച്ച ബിദ്അത്തിന്റെ കക്ഷികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ബിദ്അത്തിന്റെ കക്ഷികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവേശം കൊള്ളുന്നു, മുസ്ലിമീങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ, അവരൊരുത്തനെ കൊന്നാൽ തിരിച്ച് ഞങ്ങളിതാ ഒരുവനെ കൊന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കക്ഷികൾ അടിവരക്ക് താഴെ അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ബിദ്അത്തിന്റെ കക്ഷികളാണ്. ബിദ്അത്തിന്റെ കക്ഷികളാണ്. സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ബിദ്അത്തിന്റെ നേതാക്കന്മാരെ തങ്ങളുടെ ആശയത്തിന്റെ തലവന്മാരായി കാണുന്ന, ആദർശപിതാക്കളായി കാണുന്ന ഷിയകളെ, റാഫിദികളെ പുകഴ്ത്തി പറയുന്ന, മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അവർ കാഫിറുകളാണെന്നും ഫാസിഖുകളാണെന്നും പറയുന്ന കക്ഷികൾ ബിദ്അത്തിന്റെ കക്ഷികളാണ്. അഹ്ലുസുന്നത്തിന്റെ മക്കൾ പഠിച്ചു വെക്കണം. അങ്ങനെയുള്ള ആളുകളുടെ ആവേശം കണ്ടിട്ട് വീണുപോകരുത്. മുസ്ലിമുകളെ പ്രതിരോധിക്കാൻ അവരാണ്, ആയുധെടുക്കാൻ അവരാണ്. ഒരുത്തിനെ കൊന്നാൽ പുറത്തുപോയി നമ്മൾ കൊല്ലും. ഇതൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യോജിക്കുന്ന കാര്യമല്ല. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിച്ച കാര്യമേ അല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഉഹദിലെ ശുഹദാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അലാ ഹൗലാ, ഞാനിതാ ഇവരുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നു. മാ മിൻ മജ്റൂഹിൻ ജുരിഹ ഫില്ലാഹ് ഇല്ലാ ബഅതഹു അല്ലാഹു യൗമൽ ഖിയാമ വജുർഹുഹു യദ്മാ അല്ലൗനു ലൗനുദ്ദം വറീഹു റീഹുൽ മിസ്ക്. ഇതാ ഇവർ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഷഹീദുകളാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതിൽ മുറിവേറ്റ ആളുകളുണ്ടോ, അള്ളാഹു അവരെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും. വജുർഹുഹു യദ്മാ, ആ ഷഹീദുകൾ അവരുടെ മുറിവിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കും. അല്ലൗനു ലൗനുദ്ദം വറീഹു റീഹുൽ മിസ്ക്, നിറം ചോരയുടെ നിറമാണ്, എന്നാൽ ഗന്ധം അത് കസ്തൂരിയുടെ ഗന്ധമാണ്. പരലോകത്ത് അവരാ മുറിവിൽ രക്തവുമായി വരും, രക്തത്തിന്റെ നിറമായിരിക്കും, പക്ഷെ സുഗന്ധമോ മിസ്കിന്റെ ഗന്ധമായി. മിസ്ക് എന്നാൽ അത്യബു തീബ്, ഏറ്റവും സുഗന്ധമുള്ള സുഗന്ധമാണെന്ത്, ഏറ്റവും നല്ല മണമുള്ള സുഗന്ധമാണെന്ത്, മിസ്ക് എന്ന് പറയുന്നത്, കസ്തൂരി എന്ന് പറയുന്നത്. അതിന്റെ ഗന്ധമായിട്ടായിരിക്കും അതായിരിക്കും അവരുടെ രക്തത്തിനുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഹദിലെ ശുഹദാക്കളെ, അവരിൽ പലരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയത് 2 പേരെയും 3 പേരെയും ഒക്കെ ഒരു ഖബറിലായിക്കൊണ്ടാണ്. 2 പേരെയും 3 പേരെയും ഒക്കെ ഒരു ഖബറിലായിക്കൊണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഖബറുകൾ കുഴിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല മുസ്ലിമീങ്ങൾ. അതുപോലെ അവരെ കുളിപ്പിക്കുകയുണ്ടായിട്ടില്ല. ശുഹദാഇനെ കുളിപ്പിക്കേണ്ടതില്ല.
അവരിൽ പലരെയും രണ്ടോ മൂന്നോ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുണിയാണ് നൽകിയത് അവരെ കഫൻ ചെയ്യാൻ. ഒരു തുണിയാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. ഒരു തുണി എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് ഒരാളെ പുതപ്പിക്കും. പക്ഷെ അയാളുടെ ശരീരം ഒന്നാകെ ഒരു പക്ഷെ അതുകൊണ്ട് മൂടിയിട്ടുണ്ടാവുകയില്ല. എങ്കിലും അതിന്റെ മറ്റൊരു കഷ്ണം കൊണ്ട് മറ്റൊരാളെ പുതപ്പിക്കും, കഫൻ ചെയ്യും. എന്നിട്ട് രണ്ടോ മൂന്നോ പേരെ വരെ ഒരു ഖബറിൽ ഖബറടക്കിയിരുന്നു. അപ്പൊ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഇതിൽ ആരെയാണ് ലഹദിൽ ആദ്യം വെക്കേണ്ടത്? കാരണം ഖബറുകൾ അവർ കുഴിച്ചത് എങ്ങനെയാണ്? ഖബറിന് രണ്ട് രീതിയാണ്, ഒന്ന് ഷക്കാണ്, ഒന്ന് ലഹദാണ്. ഷക്ക് എന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ള രീതി. ഒരു കുഴി കുഴിച്ച് അതിന്റെ അടിയിൽ വേറൊരു കുഴി കുഴിക്കുക. എന്നാൽ അറബ് നാടുകളിലൊക്കെയുള്ള രീതി എന്താണ്? ലഹദാണ്. എന്താണ് ലഹദ്? ഒരു കുഴി കുഴിച്ച് വശത്തേക്ക് വേറൊരു തുരങ്കം പോലെ ഒരു കുഴി കുഴിക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് ചേർത്ത് വെക്കുക. ഇതാരെയാണ് ലഹദിൽ ആദ്യം വെക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കുക, വാക്ക് ശ്രദ്ധിക്കുക, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ. അവരിൽ ആരാണോ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് അവരെയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത നോക്കൂ നിങ്ങൾ. അവരെ രണ്ടുപേരെ മൂന്നുപേരെ ഒരു ഖബറിൽ വെക്കുമ്പോൾ ആരാണ് ആദ്യം വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ കൂടുതൽ പഠിച്ചു. അവിടെ പോലും ഖുർആൻ പഠിച്ചവരെ കൂടുതൽ മുന്തിക്കുകയാണ്, അവർ മുന്നോട്ടാക്കി. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്രയാണ്! ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഈ കിതാബ് കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, അവരെ ഒരു തുണിയിൽ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിന് നൽകിയ വിശദീകരണം, ഒരു തുണിയിൽ അവരെ ഒന്നാകെ മൂടി എന്നല്ല, മറിച്ച് ഒരു തുണി അത് തന്നെ കഷ്ണമാക്കി ഒരാളെ കഫൻ ചെയ്യും, ശരീരം മുഴുവൻ മൂടിയിട്ടില്ലെങ്കിലും. എന്നിട്ട് അടുത്ത കഷ്ണം കൊണ്ട് രണ്ടാമത്തെ ആളെ അങ്ങനെ കഫൻ ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്ത ശേഷം നബിയോട് ചോദിക്കുന്നത്, ആരെയാണ് ആദ്യം വെക്കേണ്ടത്? ഖുർആൻ ആരാണോ ആദ്യം പഠിച്ചത് അവരെ വെക്കുക എന്ന് പറഞ്ഞു. ഒരൊറ്റ തുണിയിലായിരുന്നെങ്കിൽ ഇവരിൽ ഖുർആൻ പഠിച്ച ആളെ തർത്തീബ് മാറ്റണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? തുണി അഴിക്കേണ്ടി വരും, കഫൻ അഴിക്കേണ്ടി വരും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുകൊണ്ട് ഈ ഹദീസിന്റെ നേരത്തെ പറഞ്ഞു, ഒറ്റ കഫനിലാണ് അവരെ അടക്കിയത്, പലരെയും അടക്കിയത് എന്നതിന്റെ വിശദീകരണമായി എന്തു പറഞ്ഞു? അതൊരു തുണി കൊണ്ട് അവരെ ഒന്നാകെ മൂടലല്ല, കഷ്ണം കഷ്ണമാക്കി ശരീരം മുഴുവൻ മൂടിയിട്ടില്ലെങ്കിൽ പോലും ഒരു കഷ്ണം കൊണ്ട് ഒരാളെ പൊതിന്, അടുത്ത കഷ്ണം കൊണ്ട് ഒരാളെ പൊതിന്. അതാണ് ആ ഹദീസിന്റെ ഉദ്ദേശമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. നോക്കൂ നിങ്ങൾ, അതിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയ ചരിത്രം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. പിൽക്കാലത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, പിൽക്കാലത്ത് അദ്ദേഹം നോമ്പെടുത്ത് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. ഇത് പിന്നീട് നടന്ന കാലങ്ങൾക്ക് ശേഷം നടന്നതാണ്. ബുഖാരി മറ്റും ഉദ്ധരിച്ച ഹദീസാണ്. ഭക്ഷണം, സുഭിഷ്ടമായ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുകയാണ്. ഈ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ നേരത്തെ മരിച്ചുപോയ സഹാബിമാരെ ഓർക്കുകയാണ്. ബുദ്ധിയുള്ള ഒരു മുഅ്മിൻ എപ്പോഴും രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു മുഅ്മിൻ ഒരു ബോധമുള്ളവനാണോ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നത് ആലോചിക്കും. രണ്ടാമത്തത് അവനവന്റെ പാപങ്ങളെക്കുറിച്ച്. ഈ അനുഗ്രഹങ്ങൾ അതിന് ഞാൻ എന്താണ് റബ്ബിന്, എങ്ങനെയാണ് ഞാൻ നന്ദി കാണിക്കുന്നത്? അവന്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും, എന്റെ പാപങ്ങൾ അവനിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും എന്നതോർക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഹംദും ഇസ്തിഗ്ഫാറും ഇത് കൂടുതലായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മനസ്സിലായില്ലേ? ഇത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അള്ളാഹുവിനെ സ്തുതിക്കുക, അതോടൊപ്പം തന്റെ പാപങ്ങൾക്ക് പാപമോചനം തേടുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബ് ഇബ്നു ഉമൈർ
ഉഹുദിൽ കൊല്ലപ്പെട്ടു. വഹുവ ഖൈറും മിന്നി, അദ്ദേഹം എന്നെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ശ്രദ്ധിക്കുക, ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വിനയം കൊണ്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ് ആരെക്കാൾ ശ്രേഷ്ഠൻ? മുസ്അബ് ബിൻ ഉമൈറിനേക്കാൾ ശ്രേഷ്ഠൻ. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഏത് കൂട്ടത്തിലാണ്? ആശറത്തുൽ മുബശ്ശറൂൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ്. അവരാണ് സഹാബത്തിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ. മുസ്അബ് ബിൻ ഉമൈർ ശുഹദാഇന്റെ കൂട്ടത്തിൽ, ഈ 10 പേരുടെ കൂട്ടത്തിലല്ല. എന്നിട്ടും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയാണ് ഖൈറും മിന്നി, അദ്ദേഹം എന്നെക്കാൾ ശ്രേഷ്ഠനാണ്. കുഫിന ഫി ബുർദത്തിൻ, ഒരു തുണിയിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. ഇൻ ഗുത്തിയ റഅസുഹു ബദത് റിജ്ലാഹ്, അദ്ദേഹത്തിന്റെ തല മറച്ചാൽ കാലുകൾ പുറത്താണ്. വഇൻ ഗുത്തിയ റിജ്ലാഹു ബദ റഅസുഹു, കാലുകൾ മറച്ചാൽ തല പുറത്താണ്. തുണിയില്ല, കഫൻ ചെയ്യാനുള്ള തുണിയില്ല. ഒടുവിൽ ഇസ്ഖിർ എന്ന പുല്ലുകൊണ്ട് കാൽഭാഗം മറച്ച് ആണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്ത് ഖബറടക്കിയത്. മുസ്അബ് മക്കയിലെ ഏറ്റവും സമ്പന്നരിൽപ്പെട്ട, ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്ന മക്കയിലെ യുവാക്കളിൽപ്പെട്ടവരായിരുന്നു. മനസ്സിലായില്ലേ? ഒരു നാട്ടിൽ വളരെ ഭംഗിയുണ്ടായിരുന്നു, അതുപോലെ പണമുണ്ടായിരുന്ന ഒരു യുവാവിനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ അവസ്ഥയിൽ നിന്നാണ് മുസ്അബിന്റെ ഉമ്മ ഏറ്റവും നല്ല വസ്ത്രം നൽകുമായിരുന്നു എന്നാണ്. അക്കാലത്താണ് അതെല്ലാം ഇസ്ലാമിന്റെ മാർഗത്തിൽ ആ മഹാനായ സഹാബി ത്യജിച്ചത്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, അവരുടെ അനുയായികളാണ് നമ്മൾ. നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ ഒരു നഷ്ടവും നേരിടേണ്ടി വന്നിട്ടില്ല. പൊതുവെ അൽഹംദുലില്ലാഹ്, മുറിവേറ്റിട്ടില്ല, സമ്പത്ത് കവർന്നെടുക്കപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവർ സ്തുതിക്കണം. പക്ഷേ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഉപേക്ഷിക്കാൻ, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം അത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സുബ്ഹാനല്ലാഹ്, അവർ അവരുടെ വഴിയിലാണ് നമ്മൾ ഇന്ന് നമുക്ക് അവകാശപ്പെടാൻ എങ്ങനെ സാധിക്കും? അവർ പോയ സ്വർഗത്തിൽ എങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും? അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ثم بسط لنا من الدنيا ما بسط, പിന്നീട് നമുക്ക് ദുനിയാവ് വിശാലമായി നൽകപ്പെട്ടു. വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലനാ, നമുക്ക് പേടിയുണ്ട് നമ്മുടെ നന്മകൾക്കൊക്കെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം നൽകപ്പെട്ടോ, പരലോകത്തൊന്നും ഉണ്ടാവുകയില്ലേ? കാരണം അവരൊക്കെ ദുനിയാവ് അനുഭവിക്കാതെ പോയല്ലോ. ഞങ്ങൾക്ക് നമ്മുടെ മുന്നിൽ ഇതാ ദുനിയാവ് അത് കൊണ്ടുവരപ്പെട്ടിരുന്നു. സുമ്മ ജഅല യബ്കി, ഇത് പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കരയാൻ തുടങ്ങി. ഹത്താ തറക തആം, എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ തന്നെ സാധിച്ചില്ല. കരഞ്ഞു കരഞ്ഞ് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിപ്പോയി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഈ രൂപത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പലരും ഉഹദിൽ ഖബറടക്കപ്പെട്ടത്. ഉഹദിൽ 70 മുസ്ലിമീങ്ങൾ ഷഹീദുകളായി കൊല്ലപ്പെട്ടു. അതിൽ 64 പേർ അൻസാറുകളായിരുന്നു, 6 പേർ മുഹാജിറുകളും. അൻസാറുകളാണ് കൊല്ലപ്പെട്ട 64 പേർ. 6 മുഹാജിറുകൾ കൊല്ലപ്പെട്ടു, 6 പേർ. 1 ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, 2 മുസ്അബ് ബിൻ ഉമൈർ, 3 അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ്, 4 ഷമ്മാസ് ബിൻ ഉസ്മാൻ, 5 സഅദ് ബിൻ ഖൗലി എന്നു പേരുള്ള ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന സഅദ് ബിൻ ഖൗലി. 6ാമത്തേത് അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹും അജ്മഈൻ. 6 പേരാണ് മുഹാജിറുകൾ, ഉഹദിൽ കൊല്ലപ്പെട്ട മുഹാജിറുകൾ. ബാക്കി 64 പേരും അൻസാറുകളിൽപ്പെട്ടവരായിരുന്നു. നോക്കൂ, ബദറിൽ മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് അതിന്റെ പകുതി നഷ്ടമുണ്ടാവുകയാണ്. അവർ 70 പേർ കൊല്ലപ്പെട്ടു. അവർ 70 പേർ കൊല്ലപ്പെട്ടു. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അവലമ്മ അസാബത്കും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവലമ്മ അസാബത്കും മുസീബ, നിങ്ങൾക്കൊരു മുസീബത്ത്, ഒരു അപകടം ബാധിച്ചാൽ ഖദ് അസബ്തും മിസ്ലൈഹാ, അതിന്റെ ഇരട്ടി നിങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ നഷ്ടമുണ്ടായാൽ നിങ്ങൾ ചോദിക്കുന്നു അന്നഹാദ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഇതെവിടെ നിന്ന് വന്നു? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, പറയുക ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ്, നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അഥവാ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അനുസരണക്കേടായിരുന്നു അതിന്റെ കാരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന അനുസരിക്കാതിരുന്നതിന് ഈ നഷ്ടമുണ്ടായി എങ്കിൽ ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിന്റെ കൽപ്പനകൾ കാറ്റിൽ പറത്തി ദീൻ പാലിക്കാൻ ആരും തയ്യാറല്ല. ശിർക്ക് ബിദ്അത്തുകൾ ഉമ്മത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്നവർക്കിടയിൽ ധാരാളമായുണ്ട്, തിന്മകൾ ധാരാളമായുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായവും വിജയവും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശത്രുക്കൾ അധികാരത്തിലുണ്ട്, അവരെ താഴെ ഇറക്കാൻ എന്ത് ചെയ്യണം? മറ്റവരൊക്കെ ഒന്നിച്ചു ചേരുന്നുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കാം എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. ആരാണ്? നമുക്ക് നമ്മുടെ ദീനിലേക്ക് തിരിച്ചുപോയിക്കൂടെ? കിതാബിലേക്കും സുന്നത്തിലേക്കും തൗഹീദിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകുക. ശിർക്ക് ബിദ്അത്തുകൾ ഉപേക്ഷിക്കുക, തിന്മകൾ ഉപേക്ഷിക്കുക. അള്ളാഹു നമുക്ക് അധികാരം നൽകും. നമ്മോട് കരുണയില്ലാത്തവരെ അള്ളാഹു നമുക്ക് മേൽ അധികാരത്തിലാക്കുകയില്ല എന്ന് പറയുന്ന ആരുണ്ട്? അല്ല, എല്ലാവരും രാഷ്ട്രീയം മാത്രം പറയുകയാണ്. അതങ്ങനെ ചെയ്യണം. പുതിയ മുന്നണി വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അടിസ്ഥാന കാരണങ്ങൾ സഹോദരങ്ങളെ പറയുന്ന എത്ര പേരുണ്ട്? വളരെ കുറഞ്ഞ ആളുകൾ മാത്രം. എല്ലാ ആളുകൾക്കും ആളുകൾ പൊതുസമ്മതിക്ക് വേണ്ടി ദീൻ സംസാരിക്കുക എന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും. ദീൻ പറയാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവർ പോലും രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയം. അത് മാത്രമേ ആളുകൾക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും പറയാനുള്ളത് അത് മാത്രം. നോക്കൂ, നിങ്ങൾ കിതാബിലേക്ക് സുന്നത്തിലേക്ക് തിരിച്ചു പോകൂ. അള്ളാഹു നമ്മെ സഹായിക്കും, അള്ളാഹു നമ്മെ വിജയിപ്പിക്കും എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്, എത്ര പ്രബോധകരുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് സഹോദരങ്ങൾ ശരിയായ വഴി. അതാണ് ശരിയായ വഴി, വിജയത്തിലേക്കുള്ള വഴി, അള്ളാഹുവിന്റെ സഹായത്തിലേക്കുള്ള വഴി, അള്ളാഹുവിലേക്ക്, അവന്റെ ദീനിലേക്ക് തിരിച്ചുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നതാണ്. എങ്കിൽ അള്ളാഹു വിജയിപ്പിക്കും, അള്ളാഹു വിജയം നൽകും. മുശ്രിക്കുകൾ അവർ എത്ര പേരാണ് ഉഹദിൽ കൊല്ലപ്പെട്ടത്? 22 or 23 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രത്തിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുക. മുശ്രിക്കുകളിൽ ആൾനാശമുണ്ടായത് 22 പേരോ അല്ലെങ്കിൽ 23 പേരോ ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലുണ്ടായ ഈ നഷ്ടങ്ങൾക്ക് ശേഷം സഹാബികളെ പിന്നിൽ നിർത്തുകയും ദീർഘമായ ഒരു ദുആ അവരെയും കൊണ്ട് നടത്തുകയും ചെയ്തു. ബുഖാരി അദബുൽ മുഫ്രദിലും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് നമുക്ക് കാണാം. ദീർഘമായ ഒരു ദുആ ആണ്. നമ്മളതിലേക്ക് കടക്കുന്നില്ല, അതിന്റെ വിശദീകരണം തന്നെ ധാരാളം പറയാനുണ്ടായി. നോക്കൂ, അതിനുശേഷം ഈ ഉഹദിന് ശേഷം പിറ്റേന്നാണ് ഹംറാഉൽ അസദ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും പടയോട്ടം നടക്കുന്നത്. ഹംറാഉൽ അസദ് എന്നു പേരുള്ള സ്ഥലം മദീനയിൽ നിന്ന് 8 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ഉഹദിന്റെ പിറ്റേന്ന് അബൂ സുഫിയാനും കൂട്ടരും മദീന ആക്രമിക്കാൻ തിരിച്ചു വരുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിനും കിട്ടി. കാരണം അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവർക്കൊരു ബോധം വരികയാണ്. അവർ പറഞ്ഞു, നമ്മളവരെ തോൽപ്പിച്ചു, പക്ഷെ നമ്മൾ എന്തു ചെയ്തു? മദീനയിലേക്ക് കടന്നു കയറി മദീന ഒന്നാകെ നശിപ്പിച്ച് അവരെ വേരോട് പിഴുതെറിയാതെ നമ്മൾ എന്തിനു തിരിച്ചു വന്നു? നമ്മൾ വലിയ പൊട്ടത്തരമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിവരം ലഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പിറ്റേന്ന് സഹാബിമാരോട് പറയുകയാണ്, പുറപ്പെടണം. ഇന്നലെ യുദ്ധം കഴിഞ്ഞവരാണവർ, പുറപ്പെടണം. ഇന്നലെ പങ്കെടുത്തവരാരോ അവർ മാത്രം, വേറെ ഒരാൾ വേണ്ടതില്ല. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. കാരണം ഞാൻ വരാൻ നിന്നതായിരുന്നു ഇന്നലെ, പക്ഷേ എന്റെ ഉപ്പ എന്റെ പെങ്ങന്മാരുടെ ഒക്കെ കാര്യം പറഞ്ഞ് എന്നെ നിർത്തിയതാണ്. അതുകൊണ്ട് എന്നെ പങ്കെടുക്കാൻ അനുവദിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ഒഴികെ ബാക്കിയെല്ലാം ഉഹദിൽ പങ്കെടുത്തവർ. അലി റളിയല്ലാഹു അൻഹു ആണ് ആ പതാക വഹിച്ചത്. ഇബ്നു ഉമ്മി മക്തൂമിനെയാണ് മദീനയിലെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്, നെറ്റിയിൽ മുറിവേറ്റിട്ടുണ്ട്, അവിടുത്തെ പല്ല് അത് കൊടിഞ്ഞുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ വെട്ടേറ്റ് അതിന്റെ ക്ഷീണമുണ്ട്. അവിടുത്തെ കാലുകൾ കുഴിയിൽ വീണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടെ പോകുന്ന സഹാബിമാരും ഇതാണ്, ഈ അവസ്ഥയിലാണ്. അവർ മുറിവുകളുമായിട്ടാണ് പുറപ്പെടുന്നത്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ് ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ അജ്റുൻ അളീം. തങ്ങൾക്ക് പരിക്കുകളും മുറിവുകളും പറ്റിയതിനു ശേഷം അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകിയവരാണവർ. അവരിൽ നന്മ പ്രവർത്തിച്ചവർ, അള്ളാഹുവിനെ സൂക്ഷിച്ചവർ, അവർക്ക് ശ്രേഷ്ഠമായ മഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം അവരെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ പോക്കിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅബദ് ഇബ്നു അബി മഅബദ് അൽ ഖുസാഇ എന്ന മുശ്രിക്കായിരുന്ന ആളെ കാണുകയാണ്. ഖുസാഅ ഗോത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഖുസാഅ ഗോത്രത്തിലെ മുസ്ലിങ്ങളും മുശ്രിക്കുകളും ആയവർ, മുസ്ലിം ആകട്ടെ മുശ്രിക്കാകട്ടെ, ആ ഗോത്രത്തിന്റെ ചായ്വ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. അവർക്ക് കൂറ് നബിയോടായിരുന്നു, മുശ്രിക്കുകളോടായിരുന്നില്ല. അവരുടെ നേതാവാണ് മഅബദ് ഇബ്നു അബി മഅബദ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടായ ഈ മുറിവിലും പരാജയത്തിലും ഒക്കെ നമുക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഗോത്രക്കാർ, ഈ സംഘം യാത്ര പോവുകയാണ്. അവർ പോകുമ്പോൾ അബൂ സുഫിയാനെയും കൂട്ടരെയും കണ്ടു. അബൂ സുഫിയാനെയും കൂട്ടരെയും കണ്ടപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, മഅബദ് എന്താണ് മദീനയിലെ വിവരം എന്താണ്? മഅബദ് ബിൻ അബി മഅബദ് അബൂ സുഫിയാനോട് പറഞ്ഞു, അതാ മുഹമ്മദും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സൈന്യം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അബൂ സുഫിയാനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മഅബദ് പറയുകയാണ്. അവരാകട്ടെ കോപം കൊണ്ട്, പക കൊണ്ട് അവർ തിളച്ചു മറിയുകയാണ്. നിങ്ങൾ ഇന്നലെ അവർക്കുണ്ടാക്കിയ നഷ്ടം കൊണ്ട്, അത് കാരണത്താൽ പക കൊണ്ട് അവർ തിളച്ചു മറിയുകയാണ്. നിങ്ങൾ ഒന്നാകെ നശിപ്പിച്ചിട്ടല്ലാതെ അവർ വെറുതെ നിൽക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോരും, നിങ്ങൾ തിരിച്ചു പോകണം. അബൂ സുഫിയാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ അവരെ തീർക്കാൻ വേണ്ടി പോവുകയാണ്. മഅബദ് പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അവർ ഈ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ മഅബദ് പോയി. ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാന്റെ മനസ്സിൽ ഭയം വലട്ടു, ഒരു മനസ്സിൽ പേടി തോന്നി. അവരെന്ത് ചെയ്തു? മദീനയിലേക്ക് പോകാതെ തിരിച്ചു മക്കയിലേക്ക് തന്നെ യാത്ര പോയി. ആ പോക്കിനിടയിൽ അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളെ അബൂ സുഫിയാൻ കണ്ടു. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ മദീനയിലേക്കാണ്, കച്ചവടത്തിന് പോവുകയാണ്. പറഞ്ഞു, ശരി, ഒരു കാര്യം മദീനക്കാരായ ആളുകളോട് പറയണം. ഇത് പറഞ്ഞാൽ, ഇത് അവിടെ പ്രചരിപ്പിച്ചാൽ, നിങ്ങൾ മക്കയിലേക്ക് വന്ന ഉക്കാൽ ചന്തയിലേക്ക് വന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒട്ടകം നിറച്ച് ഞാൻ നിങ്ങൾക്ക് തരും. ഒരു കാര്യം അവരോട് പോയി പറയണം. എന്താണ്? അതായത്, അതാ മുശ്രിക്കുകൾ നിങ്ങൾക്കെതിരിൽ പുറപ്പെട്ടിരിക്കുന്നു, ആളുകൾ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, നിങ്ങൾ നശിപ്പിക്കാതെ അവർ വിടുകയില്ല. ശരി, സമ്മതിച്ചു. അങ്ങനെ അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അടങ്ങുന്ന ആളുകളെ കണ്ടിട്ട് പറയുകയാണ്, എന്ത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അത് കേട്ടപ്പോൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, നിങ്ങൾക്ക് അല്ലാഹു മതി, ഭാരമേൽപ്പിക്കാൻ അവർ എത്ര നല്ലവനാണ്. അതേക്കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അവരോട് ആളുകൾ പറയുക, ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, പേടിച്ചുകൊള്ളുക നിങ്ങൾ. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഈ വാക്ക് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പറഞ്ഞ വാക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക്. അത് കേട്ടപ്പോൾ അവരുടെ ഈമാൻ കൂടുകയാണ്, അവരുടെ ഈമാൻ ചോർന്നു പോവുകയല്ല, ഈമാൻ വർദ്ധിക്കുകയാണ്. അവർ പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ,
അള്ളാഹു മതി ഞങ്ങൾക്ക്, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ്. ഏത് പ്രയാസഘട്ടത്തിലും പറയാവുന്ന വാക്കാണ് എന്ത്? ഹസ്ബി അല്ലാഹ് നിഅ്മൽ വകീൽ, ഹസ്ബി അല്ലാഹ് നിഅ്മൽ വകീൽ. എനിക്ക് അള്ളാഹു മതി, അവൻ ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്, അവനെ പോലെ ആരുണ്ട്. അങ്ങനെ ഹംറാഉൽ അസദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നിന്നു. സഹാബത്തും അവർ തീ കത്തിച്ചിരുന്നു എന്നാണ്. അതോ അവരുള്ളത് എല്ലാവരും ദൂരെ നിന്നവരെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ. പക്ഷെ മുശ്രിക്കുകൾ ആരും വന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ആ ശ്രേഷ്ഠതയുമായി തിരിച്ചുപോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ മുറിവുകളോടെ പുറപ്പെട്ടു എന്ന വലിയ ശ്രേഷ്ഠത കരസ്ഥമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടു. ഇതാണ് ഉഹുദിന്റെയും ഹംറാഉൽ അസദിന്റെയും ചരിത്രം. ഉഹുദിൽ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഈ നഷ്ടം ഉണ്ടാക്കിയതിൽ, അവരുടെ വിധിയാൽ അത് സംഭവിച്ചതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ, ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിന്മകൾ അല്ലെങ്കിൽ അള്ളാഹുവിനോട് അവന്റെ റസൂലിനോടുള്ള അനുസരണക്കേട് അത് എത്രമാത്രം അപകടകരമാണ് എന്ന പാഠം അതിലുണ്ട്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഹിക്മത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഒരു കൂട്ടർക്ക് ഒരു സമയത്ത് വിജയം നൽകിയാൽ മറ്റൊരു സമയത്ത് പരാജയം നൽകിയേക്കും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അവൻ കായികമായ വിജയം സത്യത്തിന്റെ ആളുകൾക്ക് എപ്പോഴും നൽകുകയില്ല, അള്ളാഹു പരീക്ഷിക്കും. മൂന്നാമത്തെ കാര്യം ആ പരീക്ഷണത്തിന്റെ ഫലമാണ്. എന്താണ് പരീക്ഷണത്തിന്റെ ഫലം? പരീക്ഷണങ്ങൾ ഉണ്ടായാൽ സത്യസന്ധനും കപടനും വേർതിരിയും, മുഅ്മിനും മുനാഫിഖും വേർതിരിയും. ബദർ നോക്കൂ, ബദർ ഉണ്ടായതോടെ മുനാഫിഖുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു കയറുകയാണ്. ഞങ്ങളുണ്ട് എന്ന രൂപത്തിൽ വിജയം വന്നപ്പോൾ അവർ കടന്നുകൂടി. ഉഹദ് ഉണ്ടായതോടെ വേർതിരിഞ്ഞു, അവരുടെ കള്ളി വെളിച്ചത്തായി, അവരുടെ തനിനിറം പുറത്തായി. അതാണ് പരീക്ഷണങ്ങൾ. ഫിത്നകൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? മുനാഫിഖിന്റെ ഉള്ളിലൂടെ നാവിലൂടെ പുറത്തു വരും. സത്യസന്ധനായ യഥാർത്ഥ ഈമാനുള്ള ആളുകൾ അവർ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുക പരീക്ഷണങ്ങളുടെ ഫിത്നകളുടെ കാലത്താണ്. നാലാമത്തെ പാഠം, സഹോദരങ്ങളെ, ആഫിയത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, വിജയം, ഇത് മാത്രം ലഭിച്ചാൽ നമ്മുടെ മനസ്സിൽ മനുഷ്യന്റെ പ്രകൃതമാണ്, അവനൊരു തുകയാൻ വന്നു ചേരും. ഒരു അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, അഹംഭാവത്തിന്റെ സ്വഭാവം അവന് വന്നു ചേരും. എന്നാൽ ഇടക്ക് നഷ്ടങ്ങൾ, അതുപോലെ മുസീബത്തുകൾ ഉണ്ടായാൽ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ താണുകയാണ്, മടങ്ങുകയാണ്, അവൻ വിനയാന്വിതനാവുകയാണ്. നോക്കൂ നിങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അഹങ്കാരിയായി അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നു പോകുന്നതിനേക്കാൾ നല്ലത് യഥാർത്ഥത്തിൽ എന്താണ്? അവൻ മുസീബത്തുകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതാണ്. ആത്യന്തികമായി അവന് ഖൈറാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിലൂടെ കരുണ ചൊരിയുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് അതിലൂടെ കരുണ ചൊരിയുന്ന റബ്ബാണ്. കാരണം സന്തോഷത്തിൽ മാത്രം അള്ളാഹുവിന്റെ അബദാകാനല്ല അള്ളാഹു നിന്നെ പഠിച്ചത്. സന്തോഷത്തിലും സന്താപത്തിലും വിജയത്തിലും തോൽവിയിലും അള്ളാഹുവിന്റെ അടിമയാകാൻ, അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ പാഠം, അള്ളാഹു ചില പദവികൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ നേടാൻ സാധ്യമല്ല, അതിനുവേണ്ടിയാണ്. അതുപോലെ അള്ളാഹു ശുഹദാഇനെ നിശ്ചയിച്ചിരിക്കുന്നു. അവന്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നവരെ അവർക്ക് പ്രത്യേക പദവികൾ നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. അത് ഉഹദിലൂടെ സംഭവിച്ചു. ആറാമത്തെ കാര്യം അതാണ്. ഏഴാമത്തെ കാര്യം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലേക്കുള്ള സൂചനയാണ് ഉഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ആമുഖമാണ്. ഉഹദിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകളിലാണ് സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു എന്ത് പറഞ്ഞത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على അഖാബികും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ്. അവിടുത്തേക്ക് മുൻപ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ദീനിൽ നിന്ന് പിന്നോട്ട് പോവുകയോ. ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ആദ്യം കേൾക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നോക്കൂ, ഉഹദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്, അതിന്റെ ആമുഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ പാലിച്ച് അത് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ആ പാഠം ഉഹദിലുണ്ട്.
والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.